പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു ട്രെയിൻ യാത്ര ആരംഭിക്കുവാനായി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്ന മൈസൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ഈ കാണുന്ന മൈസൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. കാണാൻ വളരെ ഭംഗിയുള്ളൂ, അതുപോലെ തന്നെ നല്ല പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ രാവിലെ 6 മണി ആവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെളിച്ചമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ റിസർവേഷൻ കൗണ്ടറും ഒക്കെയാണ് ആ ഭാഗത്തായി കാണുന്നത്. അതിന് നേരെ പുറകിലായി കാണുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ട്രെയിനുകളുടെ മെയിൻ്റെനൻസും ക്ലീനിങ്ങും ഒക്കെ നടത്തുന്ന യാർഡാണ് കാണുന്നത്. ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങളുടെയൊക്കെ പാർക്കിംഗ് ഒക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ഈ റെയിൽവേ സ്റ്റേഷന് നേരെ മുന്നിലായി തന്നെയാണ് ഈ പാർക്കിംഗ് ഭാഗം എല്ലാം ഉള്ളത്. നമ്മളങ്ങനെ ഇതപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഇപ്പം പുറപ്പെടാനുള്ള ട്രെയിനുകളുടെ വിവരമല്ലാതെ ആ ബോർഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ മുന്നിലായി തന്നെ ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിൽ തന്നെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് ഈ നിർത്തിയിട്ടിരിക്കുന്ന എല്ലാ ദിവസവും രാവിലെ 6:45 മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഈ കാണുന്ന ചാമുണ്ഡി എക്സ്പ്രസ്സിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ചാമുണ്ഡി എക്സ്പ്രസ്സിൽ 3 തരത്തിലുള്ള സീറ്റിംഗ് ആണുള്ളത്. ഒന്ന് നമ്മുടെ ജനറൽ സീറ്റിങ്ങും, സെക്കൻഡ് സീറ്റിങ്ങും, AC ചെയർ കാർ എന്നീ 3 രീതിയിലാണ് ഈ ട്രെയിനിലെ സീറ്റിംഗ് ഒക്കെ വരുന്നത്. ഈ ട്രെയിനിലാകെ മൊത്തം 13 ജനറൽ കോച്ചുകളും 4 സെക്കൻഡ് സീറ്റിംഗ് കോച്ചും, ഒരു AC ചെയർ കാർ കോച്ചും, പിന്നെ SLR കോച്ചുകളാണുള്ളത്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഈ ട്രെയിനിലെ സെക്കൻഡ് സീറ്റിംഗ് കോച്ചിലാണ്. ഈ ട്രെയിൻ ഇപ്പോൾ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. ഈ ട്രെയിൻ മിക്കവാറും അധികം എല്ലാ ദിവസങ്ങളിലും മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് പുറപ്പെടാറുള്ളത്. ഈ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ ഈ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിലുള്ള ഈ കാണുന്ന ഈ D1 കോച്ചിലാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. 2007 നിർമ്മിച്ച 17-18 വർഷത്തോളം പഴക്കമുള്ള ഒരു കോച്ചാണിത്. ഈ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ ഡോറുകളൊന്നും ഇതുവരെയായിട്ട് ഓപ്പണാക്കി തുടങ്ങിയിട്ടില്ല. ഈ ട്രെയിനിന് ഈ ബോർഡിൽ കാണുന്നത് പോലെ ഒരുപാട് ട്രെയിനുകളായിട്ടൊക്കെ റൈഡ് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. നമ്മളിന്ന് സഞ്ചരിക്കുന്ന ചാമുണ്ഡി എക്സ്പ്രസ്സായും, മൈസൂർ ബാംഗ്ലൂർ രാജറാണി എക്സ്പ്രസ്സായും, മൈസൂർ ബാംഗ്ലൂർ വോഡയാർ എക്സ്പ്രസ്സായും, KSR ബംഗളൂരു തലഗുപ്പ ഇൻ്റർസിറ്റി ട്രെയിനായും, ബംഗളൂരു ധാർവാഡ് സിദ്ധഗംഗ എക്സ്പ്രസ്സുമായിട്ടൊക്കെ ഈ ട്രെയിന് റൈഡ് ഷെയറിംഗ് വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള നമ്മുടെ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ ലോക്കോയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ലോക്കോ ഒക്കെ ഓണാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WP7 ലോക്കോയാണ് ഇന്ന് നമ്മളെ മൈസൂർ തൊട്ട് ബാംഗ്ലൂർ വരെ എത്തിക്കുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ഉള്ളോട്ട് കയറിയിരിക്കുകയാണ്. നമ്മുടെ ഈ ചാമുണ്ഡി എക്സ്പ്രസിൻ്റെ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളിലെ സീറ്റിംഗ് ഒക്കെ ഇത്തരത്തിലാണ് വരുന്നത്. നമ്മുടെ ഇൻ്റർസിറ്റി ട്രെയിനുകൾക്ക് സമാനമായ രീതിയിലാണ് ഈ ട്രെയിനിലെ സെക്കൻഡ് സിറ്റിംഗ് കോച്ചുകളൊക്കെ വരുന്നത്. ട്രെയിനിൻ്റെ ഉള്ളോട്ട് ആളുകളൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ചാമുണ്ഡി എക്സ്പ്രസ് അങ്ങനെ അപ്പം കൃത്യം 6:45 തന്നെ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് ട്രെയിൻ നമ്പർ 17302 ബെലഗാവി മൈസൂർ എക്സ്പ്രസ് ആണ്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ് ഈ ബെലഗാവി മൈസൂർ എക്സ്പ്രസ്. വൈകുന്നേരം 6 മണിക്ക് ബെലഗാവിയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ 5:55 മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. മൈസൂരിൽ നിന്ന് തിരിച്ച് ഈ ട്രെയിൻ രാത്രി 9:30 പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 9 മണിക്കാണ് വീണ്ടും ബെലഗാവിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നത്. നമ്മളിപ്പോഴുള്ള ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ കീഴിൽ വരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിന് കീഴിൽ മൈസൂരു ഡിവിഷന് കീഴിലായിട്ടാണ് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ആകെ 6 പ്ലാറ്റ്ഫോമുകളാണ് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷനുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് MYS എന്നാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇവിടുന്ന് 3 ലൈനുകളാണ് തിരിഞ്ഞു പോകുന്നത്. ചാമരാജ് നഗറിലേക്കുള്ള ലൈനും, ആസനിലേക്ക് പോകുന്ന മറ്റൊരു ലൈനും, ബാംഗ്ലൂർ ലൈൻ എന്നീ 3 ലൈനുകളുള്ളതുകൊണ്ടാണ് ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആകുന്നത്. മറ്റൊരു പ്ലാറ്റ്ഫോമിലായിട്ട് ഒരു LHB കോച്ചുമായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രെയിനുകളിലൊന്നായ ട്രെയിൻ നമ്പർ 22687 മൈസൂരു വാരണാസി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണത്. ആഴ്ചയിൽ ചൊവ്വ, വ്യാഴം എന്നീ 2 ദിവസങ്ങളിലാണ് ഈ ട്രെയിൻ മൈസൂരിൽ നിന്ന് പുറപ്പെടുന്നത്. രാവിലെ 7:30 ട്രെയിൻ മൈസൂരിൽ നിന്ന് പുറപ്പെടുക. ലല്ലാഗുഡ ലോക്കോ ഷെഡിൻ്റെ ഒരു WAG9 ആണ് അതിൻ്റെ ലോക്കോ.
അപ്പുറത്ത് അത് ഒരുപാട് ഗുഡ്സ് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ഗുഡ്സ് ട്രെയിനുകളൊക്കെ ഇവിടെ നിർത്തിയിടുന്നത് ആ കാണുന്നത് ഒരു മൈസൂരിലുള്ള ഗുഡ്സ് ടെർമിനലാണ്. ഈ ഗുഡ്സ് ടെർമിനലിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു വാഗൺ കെയർ സെൻ്ററൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആദ്യ സ്റ്റേഷനായ പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 19 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഈ മൈസൂർ റെയിൽവേ സ്റ്റേഷനും പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനും ഇടയ്ക്ക് നാഗനഹള്ളി, ശ്രീരംഗപട്ടണം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ട്രെയിനിന് അവിടെയൊന്നും സ്റ്റോപ്പ് വരുന്നില്ല. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനിലുള്ളത്. PANP എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇതപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇപ്പം പാണ്ഡവപുര റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിനിൻ്റെ ഇനി അടുത്ത സ്റ്റേഷൻ വരുന്നത് മാണ്ഡ്യയിലാണ്. പുറത്തിപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശമൊക്കെ ഇപ്പോൾ ചുവന്ന കളറിലാണുള്ളത്. സൂര്യനത് അവിടെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യനൊക്കെ ഉദിക്കുന്നുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് ഇപ്പോൾ അടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ചാമുണ്ഡി എക്സ്പ്രസ് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ്. എല്ലാ ദിവസവും രാവിലെ 6:45 മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ഈ ട്രെയിൻ 9:35 KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിച്ചേരുന്നത്. 16-215 എന്ന ട്രെയിൻ നമ്പറിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ 137 കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 9 റെയിൽവേ സ്റ്റേഷനുകളാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത്. ബംഗളൂരിൽ നിന്നും തിരിച്ച് മൈസൂരിലോട്ടുള്ള ചാമുണ്ഡി എക്സ്പ്രസ് 16-216 എന്ന ട്രെയിൻ നമ്പറിലാണ് സർവീസ് നടത്തുന്നത്. ബംഗളൂരിൽ നിന്നും വൈകുന്നേരം 6:15 പുറപ്പെടുന്ന ചാമുണ്ഡി എക്സ്പ്രസ് രാത്രി 9:05 മൈസൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചേരുന്നത്. ആ നീല നിറത്തിലുള്ള ഒരു WDP-4 ഡീസൽ ലോക്കോയുമായി ഇതാ കടന്നുപോയത് ട്രെയിൻ നമ്പർ 16-228 തലകുപ്പ മൈസൂർ എക്സ്പ്രസ് ആണ് ഇതാ കടന്നുപോയത്.
നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ എലിയൂർ എന്നൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ ഇതാ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ട്രെയിൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പൊന്നും വരുന്നില്ല. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പം മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേഷനായ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഈ മൈസൂർ ബാംഗ്ലൂർ ലൈനിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷൻ. ഈ റൂട്ടിലൂടെ സർവീസ് നടത്തുന്ന ഏകദേശം 66ഓളം ട്രെയിനുകൾക്ക് ഈ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് വരുന്നുണ്ട്. ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് MYA എന്നാണ്. മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഈ കാണുന്ന WAP7 ലോക്കോയുമായി ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ട്രെയിൻ നമ്പർ 16231 കടലൂർ പോർട്ട് മൈസൂർ എക്സ്പ്രസ് ആണ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കടലൂർ പോർട്ട് മൈസൂർ എക്സ്പ്രസ് ആദ്യം മയിലാടുതുറ വരെയാണ് സർവീസ് നടത്തിയത്. പിന്നീടാണ് ഈ ട്രെയിൻ മയിലാടുതുറയിൽ നിന്നും കടലൂർ പോർട്ട് വരെ നീട്ടിയത്. ഇപ്പോൾ ഇതായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കടലൂർ പോർട്ട് മൈസൂർ എക്സ്പ്രസിനും ഈ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിലും സ്റ്റോപ്പ് വരുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെയാണ് അപ്പോൾ 7:30 ആയപ്പോഴേക്കും ഇതാ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ 7:28-നായിരുന്നു മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. 1 മിനിറ്റാണ് നമ്മുടെ ഈ ട്രെയിനിന് മാണ്ഡ്യ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. ഇന്ന് നമ്മൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ട്രെയിനിൻ്റെ പേര് ചാമുണ്ഡി എക്സ്പ്രസ് എന്നാണല്ലോ. ഈ ചാമുണ്ഡി എന്ന് പറയുന്നത് മൈസൂരിലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഹില്ലാണ് ഈ ചാമുണ്ഡി ഹില്ല് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3489 അടി മുകളിലായിട്ടാണ് ഈ ചാമുണ്ഡി ഹില്ല് സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 13 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ ചാമുണ്ഡി ഹില്ലുള്ളത്. ഈ ചാമുണ്ഡി ഹില്ലിൽ നിന്ന് നോക്കിയാൽ നമുക്ക് മൈസൂർ പട്ടണത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ചയൊക്കെ കാണാൻ കഴിയും. ഈ ചാമുണ്ഡി ഹില്ലിന് മുകളിലായിട്ടാണ് ഈ കർണാടകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ചാമുണ്ടേശ്വരി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ആ കടന്നുപോയ ട്രെയിൻ നമ്പർ 16591 ഹുബ്ബള്ളിയിൽ നിന്നും മൈസൂരിലോട്ട് പോകുന്ന ഹംപി എക്സ്പ്രസ് ആണിത്. നമ്മുടെ ട്രെയിൻ എങ്ങനെയത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ മധൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. 3 പ്ലാറ്റ്ഫോമുകളാണ് ഈ മധൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് MAD എന്നാണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ സോണിൽ ബാംഗ്ലൂരു ഡിവിഷന് കീഴിലായിട്ടാണ് ഈ മധൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത്. നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇവിടെയും അത്യാവശ്യം ആളുകളൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ 1 മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പം വീണ്ടും മധൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ട്രെയിൻ നമ്പർ 16235 തൂത്തുക്കുടിയിൽ നിന്നും മൈസൂരിലോട്ട് വരുന്ന തൂത്തുക്കുടി മൈസൂർ എക്സ്പ്രസ് ആണ് ഇപ്പോൾ കടന്നുപോയത്.
റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷനായ ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് ഇതായി നിൽക്കുന്നതൊക്കെ. ഇതിൽ ഭൂരിഭാഗം ആളുകളെല്ലാം ബാംഗ്ലൂരിലും മറ്റും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ഈ ട്രെയിൻ 10 മണിക്ക് മുന്നേ ആയി തന്നെ ബാംഗ്ലൂരിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഈ രാവിലത്തെ ഓഫീസ് ടൈമിലെ ഈ റൂട്ടിലെ ഒരു പ്രധാന ട്രെയിൻ കൂടിയാണ് നമ്മുടെ ഈ ചാമുണ്ഡി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 55 കിലോമീറ്ററാണ് നമ്മുടെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ളത്. ഈ ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ ഇതാ നവീകരണത്തിൻ്റെ ഭാഗമായി പ്ലാറ്റ്ഫോമിന് മുകളിലുള്ള റൂഫുകളുടെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതാ അപ്പം ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ ഒട്ടുമിക്ക എല്ലാ കോച്ചുകളും ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് രാമനഗരം റെയിൽവേ സ്റ്റേഷനാണ്. ട്രെയിൻ നമ്പർ 12785 കാച്ചിഗുഡയിൽ നിന്നും മൈസൂരിലോട്ട് പോകുന്ന കാച്ചിഗുഡ മൈസൂർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അപ്പോൾ പോയത്. നമ്മുടെ ട്രെയിൻ എങ്ങനെ ഇതാ അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ രാമനഗരം റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ അത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ പോലെ തന്നെ രാമനഗരം റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കൃത്യം സമയത്ത് തന്നെയാണ് ഓടിക്കൊണ്ട് നിൽക്കുന്നത്. 8:10 രാമനഗരം റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ കൃത്യം 8:10 തന്നെയാണ് രാമനഗരം റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചന്നപട്ടണ റെയിൽവേ സ്റ്റേഷനിൽ പോലെ തന്നെ രാമനഗരം റെയിൽവേ സ്റ്റേഷനും റെയിൽവേ പ്ലാറ്റ്ഫോമിന് മുകളിലെ റൂഫിൻ്റെ പണികളൊക്കെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ രാമനഗരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. 1 മിനിറ്റാണ് നമ്മുടെ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ചാമുണ്ഡി എക്സ്പ്രസ് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ട്രെയിൻ കൂടി ബാംഗ്ലൂരിലേക്ക് മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ പുറപ്പെട്ടിരിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 66556 മൈസൂർ KSR ബംഗളൂരു മെമു ട്രെയിനാണ്. ഈ മെമു ട്രെയിൻ 6:10 മൈസൂരിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ 9:15 KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. ഈ മൈസൂർ ബാംഗ്ലൂർ ലൈനിൽ ഒരുപാട് മെമു ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് 4 മെമു ട്രെയിനുകളും ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് തിരിച്ച് 4 ട്രെയിനുകളും, അങ്ങനെ ആകെ മൊത്തം 8ഓളം മെമു ട്രെയിൻ സർവീസുകൾ ഈ റൂട്ടിൽ നടത്തുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റേഷനായ ബിഡാഡി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ട് നിൽക്കുന്നത്. 4 പ്ലാറ്റ്ഫോമുകളുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത് അപ്പോൾ എത്തിക്കൊണ്ട് നിൽക്കുന്നത്. BID എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്.
നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ കുറച്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 7:59 എത്തുന്ന നമ്മുടെ ഈ ട്രെയിൻ ഇപ്പോൾ ഇതാ 8:25 ആയപ്പോഴേക്കുമാണ് ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് നിർത്തുന്നത്. നമ്മുടെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഇതാ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കാർ കാരിയർ വാഗണാണ്. അതിനുള്ളിൽ കാറുകളൊക്കെ നിർത്തിയിട്ടിട്ടുമുണ്ട്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇതാ ഹെജ്ജല എന്നൊരു റെയിൽവേ സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ ബിഡാഡി റെയിൽവേ സ്റ്റേഷനും കെങ്കേരി റെയിൽവേ സ്റ്റേഷനും ഇടയിലായി വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഹെജ്ജല റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ ഈ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പൊന്നും വരുന്നില്ല, പക്ഷേ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ ഒരു 15 മിനിറ്റിന് മുകളിൽ പിടിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും യാത്ര തുടരുകയാണ്. ട്രെയിൻ നമ്പർ 17308 ബാഗൽകോട്ട് മൈസൂർ ബസവ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ആ കടന്നുപോയത്. അങ്ങനെ 10 മിനിറ്റിന് മുകളിൽ ലേറ്റ് ആയിക്കൊണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇതപ്പം കെങ്കേരി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പോൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ 4 പ്ലാറ്റ്ഫോമുകളാണ് കെങ്കേരി റെയിൽവേ സ്റ്റേഷനിലുള്ളത്. KJI എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത്. ഈ കെങ്കേരി റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് മാറിക്കൊണ്ട് തന്നെ നമ്മുടെ ബംഗളൂരു മെട്രോ ട്രെയിനും സർവീസ് നടത്തുന്നുണ്ട്. ബംഗളൂരു മെട്രോയുടെ പർപ്പിൾ ലൈനാണ് നമ്മുടെ ഈ കെങ്കേരി റെയിൽവേ സ്റ്റേഷന് അടുത്തുകൂടെ സർവീസ് നടത്തുന്നത്. ഈ മെട്രോ സർവീസ് ഉപയോഗിച്ച് നമുക്ക് ബംഗളൂരിൻ്റെ പല ഭാഗത്തേക്കും കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോകാവുന്നതാണ്. നമ്മുടെ ഈ ചാമുണ്ഡി എക്സ്പ്രസ് അങ്ങനെ അപ്പോൾ കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതോടെ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഈ കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ അങ്ങനെ അപ്പോൾ കെങ്കേരി റെയിൽവേ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റായിരുന്നു നമ്മുടെ ട്രെയിനിന് കെങ്കേരി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്.
ഇതപ്പം നയനടഹള്ളി എന്നൊരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. നമ്മുടെ ട്രെയിൻ ഇവിടെ സ്റ്റോപ്പൊന്നും വരുന്നില്ല, പക്ഷേ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അതവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ നയനടഹള്ളി റെയിൽവേ സ്റ്റേഷൻ. KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെ ഒരു WFD7 ലോക്കോയുമായി നയനഹള്ളി റെയിൽവേ സ്റ്റേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിൻ നമ്പർ 16306 തിരുവനന്തപുരം നോർത്ത് മൈസൂർ ജംഗ്ഷൻ എക്സ്പ്രസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4:45 തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഈ ട്രെയിൻ ഇന്ന് രാവിലെ 11:15 മൈസൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തുന്നത്. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ പിടിച്ചിട്ടതിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇപ്പോൾ നയനഹള്ളി റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ബംഗളൂരിൽ നിന്നും മൈസൂരിലോട്ട് പോകുന്ന ഉത്കൃഷ്ട് ലിവറിയിലുള്ള ഒരു മെമു ട്രെയിനാണ് ഇപ്പോൾ കടന്നു പോയത്. ബംഗളൂരിൽ നിന്നും 9:15 പുറപ്പെട്ട ഈ ട്രെയിൻ ഉച്ചയ്ക്ക് 1:30 മൈസൂരിലേക്ക് എത്തുന്നത്. അങ്ങനെ ലേറ്റായി ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ ചാമുണ്ഡി എക്സ്പ്രസ് അങ്ങനെ അപ്പോൾ 5 മിനിറ്റ് മുന്നേ തന്നെ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. 9:35 എത്തേണ്ട നമ്മുടെ ട്രെയിൻ ഇപ്പോൾ 9:30 ആയപ്പോഴേക്കും തന്നെ അപ്പോൾ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ട്രെയിനുകളൊക്കെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലും ട്രാക്കിലായിട്ടൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെയിനിൻ്റെ ചില്ലൊക്കെ പൊട്ടിയ റേക്കാണ് അവിടെ നിർത്തിയിട്ടിട്ടുള്ളത്. നെല്ലാഗുഡ ലോക്കോ ഷെഡിൻ്റെയും കൃഷ്ണരാജപുരം ലോക്കോ ഷെഡിൻ്റെയും WFD7 ലോക്കോകളൊക്കെയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ ഒരു കിഡിലൻ ആൽക്കോ ലോക്കോയാണ് അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഷണ്ടിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബംഗളൂരു റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു ലോക്കോയാണെന്നാണ് തോന്നുന്നത്.
അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ ചാമുണ്ടി എക്സ്പ്രസ്സിലുള്ള നമ്മുടെ ഈ ട്രെയിൻ യാത്ര നമ്മൾ ഇതായി കാണുന്ന ഈ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി.